ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലോട്ട് സ്വാഗതം കേട്ടോ. അപ്പം നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ സ്പോട്ട് അറിയാമോ? ഓർഡിനറി ഫിലിമില്ലേ, അതിൻ്റെ ഷൂട്ടിംഗ് ലൊക്കേഷനാണല്ലോ കേട്ടോ. അപ്പം അപ്പം ഇന്ന് ഞാൻ രാവിലെ ഒരു ഓട്ടം പോയിട്ട് വന്നപ്പം ഇവിടെ വന്നപ്പം നല്ല വൈബായിരുന്നു കേട്ടോ ഇവിടെ നിൽക്കാനായിട്ട്. അപ്പം വെളുപ്പിനെ ഒരു 6 മണിയോട് കൂടി ഞാൻ ഇവിടെ വന്നതാണ്. അപ്പോൾ അവിടെ നിന്ന് ഒരു മണിക്കൂർ ഞാൻ അവിടെ ചിലവഴിച്ചതിന് ശേഷം മാത്രമാണ് എൻ്റെ വീട്ടിലോട്ട് ഞാൻ തിരിച്ചു പോകുന്നത് കേട്ടോ. അപ്പോൾ രാവിലെ നമുക്ക് കുഞ്ചിത്തണ്ടിക്കാണ് നമുക്ക് നല്ല വലിയ ഓട്ടം കിട്ടിയത്. അപ്പം അവിടെ കൊണ്ടുപോയി ആളെ ഇറക്കിയതിന് ശേഷം ഞാൻ പന്നിയാർകുട്ടി വഴി നമ്മുടെ പുൻപഴി ഡാമിലെത്തിയിട്ട് അവിടെ നിന്നപ്പം നല്ല നല്ല വൈബ് കാഴ്ചകളാണ് കേട്ടോ കാണുന്നത്. അപ്പം എന്നും രാവിലേക്ക് ഓട്ടം വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇഷ്ടം പടി സഞ്ചാരികൾ കാണുന്നത്. പക്ഷേ ഇന്ന് എന്തോ ആളുകളെ ആരും കാണുന്നില്ല. അപ്പോൾ കേട്ടോ മഞ്ഞൊക്കെ ഇറങ്ങി ഡാമിന് മുകളിൽ ഇങ്ങനെ നിൽക്കുന്ന ദൃശ്യങ്ങളാണ് കേട്ടോ ഇപ്പോൾ ഈ നമ്മൾ കണ്ടോണ്ടിരിക്കുന്നത്. അപ്പം ഇതിൻ്റെ നേരെ അക്കരെ കാണുന്ന സൈഡിലാണ് നമ്മുടെ ബോട്ട് സവാരിയും അതുപോലെ തന്നെ കുതിര സവാരിയും അതുപോലെ പാർക്കും ഉള്ളത്. അപ്പം കൊച്ചിയിൽ നിന്ന് മൂന്നാർ വന്നിട്ട് കുമിളിക്ക് പോകുന്നവർക്ക് ഒരു ഇടത്താവളം എന്ന രീതിയിലാണ് നമ്മുടെ ഈ പൊന്മഴ ഡാമിൻ്റെ ടൂറിസം പ്രവർത്തിക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് കഴിഞ്ഞാൽ ബോട്ട് സവാരി നടത്താം, കുതിര സവാരി നടത്താം, അതുപോലെ തന്നെ അവിടുത്തെ പാർക്കിൽ കയറാം. അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. പക്ഷെ അവിടെ എനിക്ക് പെട്ടെന്ന് വേറൊരു കാഴ്ച എൻ്റെ മുന്നിൽ തന്നു കേട്ടു. കുറേ പട്ടികൾ കൂട്ടമായിട്ടാവല്ലേ അലഞ്ഞ് തിരിഞ്ഞ് നടക്കി. അവിടെ കുറേ വേസ്റ്റുകൾ ഇങ്ങനെ അലക്ഷ്യമായിട്ട് വലിച്ചെറിഞ്ഞേക്കും ആൾക്കാർ. അവിടെ ഒരു വേസ്റ്റ് ബിന്ന് വെച്ചിട്ടുണ്ട്. വേസ്റ്റ് ബിന്ന് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അവസ്ഥ വളരെ മോശമാണ്. ആ വേസ്റ്റ് ബിന്നിനകത്ത് വേസ്റ്റ് കത്തിച്ചിട്ട് അതിൻ്റെ കമ്പികളെല്ലാം പോയി പുറത്തോട്ട് ചാടി. അപ്പം വേസ്റ്റ് എല്ലാം തുളുമ്പി ആ ഡാമിൻ്റെ പരിസരത്ത് മൊത്തം വൃത്തികേടായി കിടക്കുകയാണ്. അപ്പം നേരത്തെ ഈ പരിസരത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വാച്ചറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം നേരത്തെ വാച്ചർ റൂം ഇവിടെയാണ്. അതുപോലെ ഇവിടെ ഒരു ചെക്ക് പോസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ചെക്ക് പോസ്റ്റൊക്കെ മാറ്റി കളഞ്ഞു കേട്ടോ. അപ്പോൾ ഇപ്പം അധികം വണ്ടികൾ ഭാരവാഹനങ്ങളൊന്നും ഇതിലെ വരുന്നില്ല. വേറൊരു വഴിയുള്ളതുകൊണ്ട് അതിലേ പോവുകയാണ്. അപ്പം ഇപ്പോൾ ഇവിടെ ഒരു വാച്ച് ഹൗസ് ഉള്ളത് നേരെ അപ്പുറയാണ്, ഓപ്പോസിറ്റ് സൈഡിലാണ് ഉള്ളത്. അപ്പം ഇനി ഞാൻ നിങ്ങളെ കാണിക്കുന്നത് ആ വേസ്റ്റ് ബിന്നിൻ്റെ കാഴ്ചകളാണ് കേട്ടോ. അതെ കേട്ടോ, വേസ്റ്റ് ബിന്നിനകത്ത് കയറി നിന്ന് പട്ടി വേസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ പട്ടി അത് മൊത്തം ചെകഞ്ഞ് പുറത്തോട്ട് ഇടുന്നു. അതുപോലെ വേസ്റ്റ് ബിന്നിൻ്റെ തകര ഷീറ്റ് എല്ലാം ഈ കത്തിക്കരിഞ്ഞ് അത് മൊത്തം മോശമായിട്ട് കിടക്കാം കേട്ടോ. അപ്പോൾ ഈ വേസ്റ്റ് ബിന്നൊക്കെ നന്നാക്കി ഈ പരിസരം ഒന്ന് ശുചിയാക്കണം. അപ്പോൾ ഇതിൻ്റെ ടൂറിസമായിട്ട് പ്രവർത്തിക്കുന്ന എല്ലാവരും ഒന്ന് അതിനുവേണ്ടി ശ്രമിക്കണം. അതുപോലെ വരുന്ന സഞ്ചാരികളാണെങ്കിലും വേസ്റ്റ് ഇടാതെ ആ വേസ്റ്റ് ബിന്നിനകത്ത് തന്നെ നിക്ഷേപിക്കാൻ ശ്രമിക്കണം. പിന്നെ ഈ കൂട്ടം കൂടിയുള്ള പട്ടികൾ ഇതിൽ നടന്നു വരുന്ന സഞ്ചാരികളെ ഉപദ്രവിക്കാനുള്ള ചാൻസുകളും കാണുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഈ പട്ടികളൊക്കെ വരാതിരിക്കാനായിട്ട് നമ്മൾ വേസ്റ്റ് വഴിയിൽ ഉപേക്ഷിക്കാതിരിക്കുക. അപ്പോൾ അതിലൊരു പട്ടിയെ നമ്മൾ ഓടിച്ചിട്ടുണ്ട് കേട്ടോ ഓടിച്ചിട്ടുണ്ട്. പിന്നെ ഇതാട്ടോ, ഇത് ഡാമിൻ്റെ മഞ്ഞിറങ്ങി നിൽക്കുന്ന ഒരു കാഴ്ചകളാണ് കേട്ടോ. നല്ല അടിപൊളി വൈബ് കാഴ്ചകളാണ് കേട്ടോ പൊന്മഴ ഡാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം നിങ്ങൾ ഇനി ഇവിടെ ഈ സ്ഥലം സന്ദർശിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇടുക്കി ജില്ലയിൽ വരികയാണെങ്കിൽ കാണേണ്ട ഒരു സ്ഥലമാണ് പൊന്മഴ ഡാം. അടിപൊളി വ്യൂ ആണ് കേട്ടോ. അടിപൊളി വ്യൂ എന്ന് പറഞ്ഞാൽ അടിപൊളി വ്യൂ. അപ്പോൾ ഈ ഡാമിലോട്ട് വരാനുള്ള വഴികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിമാലിയിൽ നിന്നും വെള്ളത്തോല് പന്നിയാർകുട്ടിയിൽ നിന്ന് നമുക്ക് ഡാം ടോപ്പിൽ കയറാം. അതുപോലെ തന്നെ കൊച്ചി മധുര ദേശീയപാത വഴി സഞ്ചരിക്കുന്നവർ മൂന്നാറിൽ നിന്ന് ഗ്യാപ്പ് റോഡ് വഴി പോകുമ്പോൾ പൂപ്പാറയിൽ നിന്നും നമുക്ക് രാജകുമാരി, രാജാക്കാട്, പൊന്മുടി അങ്ങനെയും വരാം കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ ഈ കാഴ്ചകൾ കാണാൻ ഏറ്റവും സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ രാവിലെയും വൈകുന്നേരങ്ങളിലാണ് ഇവിടെ ഏറ്റവും കൂടുതൽ സഞ്ചരിക്കുക. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും കാണും വരെ ബൈ.